വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മുന്നൊരുക്കമായി അമേരിക്കയിൽ ചർച്ച നടക്കാനിരിക്കെ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ ലംഘനത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ അമേരിക്ക തയ്യാറാകണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. US ചർച്ചയ്ക്ക് മുന്നോടിയായി ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം നടത്തി. US നടക്കുന്ന ചർച്ചയിൽ ഖത്തർ, തുർക്കി, ഈജിപ്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. വെടിനിർത്തൽ 2 മാസം പിന്നിട്ടെങ്കിലും ഗസയിൽ പട്ടിണിയും ദുരിതങ്ങളും തീവ്രമായി തന്നെ തുടരുകയാണെന്ന് വിവിധ UN ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. യുനിസെഫ് ഉൾപ്പെടെ 5 UN ഏജൻസികളാണ് ഗസയിലെ ജനങ്ങൾ നേരിടുന്ന പട്ടിണിയുടെ വ്യാപ്തി സംബന്ധിച്ച ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടത്. വിവരങ്ങൾ നൽകാനായി MCA നാസർ ചേരുകയാണ്. MCA, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കുമ്പോഴാണ് ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുന്നു. അതിൽ 6 പേർ കൊല്ലപ്പെടുന്നു. ആ ചർച്ചയെ തന്നെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നീങ്ങുകയാണോ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഈ 2 വർഷത്തിലേറെ നീണ്ട യുദ്ധത്തിനൊടുവിലാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഒക്ടോബർ 10 ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നുവെങ്കിൽ പോലും ഈ നിരന്തരമായിട്ടുള്ള ഈ വെടിനിർത്തൽ ലംഘനം തന്നെയാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഗസ സിറ്റിക്ക് നേരെ ആക്രമണം നടക്കുകയും ഒരു കുഞ്ഞുൾപ്പെടെ 6 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. കാരണം ഈ ഒരു വെടിനിർത്തലും ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷവും ഗസയിലും ഈ മേഖലയിലും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്നതിലൊക്കെയാണ് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ആക്രമണം ഒരു ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഗസയിലേക്കുള്ള സഹായ വസ്തുക്കൾ വിലക്കുന്ന ഒരു സാഹചര്യം അതും ഒരേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും നടക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് തങ്ങൾക്ക് വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നതും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് മിയാമിയിൽ ചർച്ച നടത്താനുള്ള ഒരു തീർപ്പിൽ അമേരിക്കൻ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും മിയാമിയിൽ നടക്കാൻ പോകുന്ന ചർച്ച ഏത് ദിശയിലായിരിക്കും, എന്തൊക്കെയായിരിക്കും ആ ചർച്ചയിൽ ഉരുത്തിരിയാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഇനിയും അമേരിക്കയുടെയോ മധ്യസ്ഥ രാജ്യങ്ങളുടെയോ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും ആ ചർച്ചയ്ക്ക് വേണ്ടി തുർക്കിയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും, ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും അതിൽ പങ്കെടുക്കുമെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായിരിക്കും മിയാമി ചർച്ചയിൽ പങ്കെടുക്കുക. ദിവ്യ.